ടൈം കൂടി ഒപ്പം തന്നെ നിൽക്കുന്ന വേണ്ടിട്ട് അല്ലേ ഹരി ഇങ്ങനെയുള്ള ചുട്ടിയൊന്നുമല്ല, ഭയങ്കര ചിട്ടിയാ ഭക്ഷണം. കമന്റ് ഇടണേ. നോക്കുമ്പോ എല്ലാരും തലക്കാലത്തേക്ക് കമന്റ് ഇടാൻ വേണ്ടിട്ട് മൊത്തം ആൾക്കാർ പേര് മാറ്റി സന്തൂർ മമ്മി ആവുമോ ലാസ്റ്റ് പ്രസവം എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്? എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതെന്തിനാ പൊന്തിക്കുന്നത്? അത് പൊന്തിക്കാണ്ട് പറയാനാവും നോക്കിയാട്ടെ. എല്ലാം ഒന്നും കൂടി പൊന്തിച്ചിട്ട് പറഞ്ഞാട്ടെ. 2 കൈ പൊന്തിച്ചു. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നെല്ലാം പറഞ്ഞാൽ വേറെ അനങ്ങാണ്ട് എടുക്കുമായിരിക്കാം. ഒന്ന് പറയട്ടെ അച്ഛേ. ഒരിക്കൽ പറയാം. ഇന്നത്തെ അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇനി പറയല്ലേ, ഇനി അച്ഛൻ പറയട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഏകദേശം ഒരു ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞുതരാം. അതിൽ മുന്നേ രേഷു എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ട്. ഒരു കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലോ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് പരിപാടി കഴിഞ്ഞ പാടോളം അങ്ങോട്ട് പോകുന്നുള്ളത്. പിന്നെയാണ് ആ ചെറിയൊരു പ്ലാൻ ബി ആക്കിയത്. എന്തായാലും പോകും, കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് തിരിച്ചു പോകാൻ അത്രേ ദിവസമുള്ളൂ. അത് ഫുള്ളൊന്നും നിൽക്കില്ല. പക്ഷേ ചെറിയൊരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇപ്പം പോവാത്തത്. പിന്നെ അറിയാം, ഞാൻ കൂടുതൽ വ്ളോഗ് നമ്മളങ്ങനെ ഈ പ്രഗ്നൻസിൻ്റെ ആയിക്കോട്ടെ എന്തിൻ്റെ കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടില്ല. നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയ സമയത്തുള്ള 1-2 വ്ളോഗും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇതും കൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏകദേശം അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ. നിൻ്റെ അഭിപ്രായം? നീ പറയുന്നില്ല എന്നെ വെറുതെ. ഞാനൊന്നൊരു ഊഞ്ഞാലും കാണുന്നുണ്ട്. പ്രസവരക്ഷയായി. ഇതിപ്പം ഞാനെന്തിനാ വന്നിട്ട് ഊഞ്ഞാലാടിക്കൊണ്ട് ഇത് പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? കാര്യം വേറെ ഒന്നല്ല. അല്ല, ഉള്ളിൽ അവർ ചെയ്യുന്നുണ്ട്. ഉള്ളിൽ അവർ പരിപാടി ഇപ്പൊ തുടങ്ങി, ഉള്ളിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം എനിക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിരുന്നിട്ട് അതിന്റെ കഥകളും കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പോരെ. അതേതായാലും ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരും. കാരണം ആരെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ കരുതിയിട്ടാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ സംഭവം ഞാൻ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുതരാം. നമ്മളെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. അവയുടെ പേര് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട പേരല്ലേ കണ്ടുപിടിച്ചത് ഓളിനെ കേട്ടാ, ഏഷ്യനെയാണ്. കുറേ ആൾക്കാർ കമൻറ്റ് ഞാൻ ചോദിച്ചപ്പോൾ കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ പേര്. കുറേ നമ്മൾ അതിൽ നിന്ന് ഇരുന്ന് നോക്കി, അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നുള്ള നോക്കിയിട്ട് നമ്മൾ അങ്ങനെ അധികം കേൾക്കാത്തതെന്നുള്ളത് നമ്മളതിൽ കേൾക്കാത്തത്. നിങ്ങൾ ചിലപ്പോൾ ഇത് കുറേ ആൾക്ക് ഉണ്ടാവും. എന്നാലും നിങ്ങൾ ആയിരിക്കെങ്കിലും ഈ ഒരു പേര് എഹെന്ന് ഇതിന് മുന്നേ നിങ്ങൾ ഏഡിങ്ങുമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഒരു പേരുള്ളവർ അല്ലെങ്കിൽ അറിയുന്നവർ ഇതെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. കാരണം നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേര് നമ്മുടെ വെറൈറ്റി പേര് എന്നെല്ലാം വിചാരിച്ച് കണ്ടുപിടിച്ച് നോക്കുമ്പോൾ കമന്റ് ഇടാൻ പറഞ്ഞു നോക്കുമ്പോൾ എഹനോ എഹൻ പോലും കമന്റ് ഇടുന്നത് തന്നെ എഹന്മാർ പോലും പേര് മാറ്റി എഴുതിയിട്ട് ഇനി വന്നിട്ട് ഇടരുത് കേട്ടോ ആരും ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഉള്ളിലേക്കൊന്ന് പോവാം. എന്നാ നോക്കട്ടെ, പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന് കമന്റ് ഇടണേ അല്ലേ? കമന്റ് ഇടണേ. നോക്കുമ്പോ എല്ലാരും തലക്കാലത്തേക്ക് കമന്റ് ഇടാൻ വേണ്ടിട്ട് മൊത്തം വിളിക്കുന്നത് ഫുള്ള് എഹന്മാരെ കളി പോലെ എന്റെ കമന്റ് ബോക്സിൽ. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് അകത്ത് പോയി നോക്കാം. എന്നാ പരിപാടി എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊന്ന് രേഷുവിനെ ഇനി എണ്ണത്താളിയിലിട്ട് കുളിപ്പിച്ചാമോ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രസവരക്ഷയായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ നേരെ പുറത്ത് ഊഞ്ഞാലിൽ നിന്ന് അകത്തേക്ക് വന്ന് ഇവിടെ എന്നാ സംഭവം എന്ന് നമുക്ക് ഇവരോടനെ ചോദിച്ചു നോക്കാം. എന്തെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്, കുറേ ഇതിലും അതിലും എല്ലാം ആയിട്ട് എന്തെല്ലാം കലക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ചോദിച്ചൊക്കെ എന്നാ സംഭവം എന്ന് തുടങ്ങാം മോളെ. എനിക്ക് ഞാനിടുന്ന് ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം നോക്കി. ഇത് ഇന്നലെ നമ്മൾ നൂല് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിൽ ഇത് കെട്ടണം എന്ന് അങ്ങനെ ഒരു ചടങ്ങുണ്ട് തോന്നുന്നു കേട്ടോ. അതായത് തൊട്ടിൽ നൂല് കെട്ടിൻ്റെ അന്നത്തെ ദിവസം ഒരു തൊട്ടിൽ കെട്ടണം. ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെട്ടാൻ പറ്റില്ല. ഇതെല്ലാം ഓരോരുത്തർ പറയുന്ന കേട്ടാ. ഇത് ആ പറയുന്നത് പിന്നെ ഓരോരുത്തർ പറയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ ഇത് തൽക്കാലത്തേക്ക് കെട്ടി വെച്ചാണ്. ഓനതിൻ്റെ അകത്ത് കടത്തിയിട്ടൊന്നുമില്ല, ഒന്ന് കടത്തിയെടുത്തിന് ഒരു ചടങ്ങ് പോലെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടിയതാട്ടോ. ഇന്നല്ല
മുടിയിൽ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ പണി. എന്താണെന്നറിയാമോ, കഴിഞ്ഞ തവണ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുണ്ടായില്ല, പ്രസവരക്ഷയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും. കഴിഞ്ഞാന്നല്ല, എല്ലാവരും ഒന്നും ചെയ്യലൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ മെയിനായിട്ട് കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നടുവേദനേൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭീമമായ നടുവേദനയല്ല ഉണ്ടായില്ലണേ. എല്ലാ ഇവരേക്ക് ഞാൻ പറയുന്ന തള്ളാന്ന് നീ പറഞ്ഞോ, എന്തിട്ടാന്ന് പറയാറെന്നാലേ. അതെ, അപ്പൊ പിന്നെ ഇപ്രാവശ്യമെങ്കിലും പിന്നെ ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം നടുവേദന പോവോ ഇല്ലെന്ന് ചെയ്ത് നോക്കാം. കൊറേ വീട്ടിൽ നിന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടും പിന്നെ ഒരു പണിയെടുക്കാണ്ട് വന്നിട്ടാണ് മെയിനായിട്ട് നടുവേദന വന്നിട്ട്. പണിയെല്ലാം എടുത്ത് പണ്ടത്തെ വരുന്ന പ്രസവിക്കാത്ത 10 പ്രസവിച്ചത് പന പോലെ നടക്കുന്നുണ്ട് ഇവിടെ. എന്നേരം നമ്മൾ 1 പ്രസവിച്ചിട്ട് നടുവും പിടിച്ച് നടക്കുന്നു. അറിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇപ്പല്ലേ നമ്മളെല്ലാം അറിയുന്നതും കാണുന്നതല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്തു നോക്കാം. ഒരു നമുക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാനും ഇതാക്കാനും പറ്റും. പിന്നെ ആവില്ലല്ലോ, അത് പരമാവധി എല്ലാം കൂടി കുറേ പേര് ചെയ്യുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. ഇത് സംഭവം ഫോണിൽ കണ്ടത് തന്നെയാണ്, ഇൻസ്റ്റയിൽ കണ്ടത് തന്നെയാണ്. കുറേ പേര് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡെലിവറിക്ക് മുന്നേ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിന്. ഞാൻ ഇതിൽ മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്, ഒരു റീൽ ചെയ്തിട്ടുണ്ട് ഇവരെ തന്നെ പറഞ്ഞിട്ട്. കാരണം അന്നേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിന്, അതിന് മുന്നേ തന്നെ നോട്ട് ചെയ്ത് വെച്ചിന്. ഇടയ്ക്ക് എന്നാ വേണ്ട, ഹെയർ അല്ലെങ്കിൽ കാല്, കൈ, മൂക്ക്, ചെവി എല്ലാം ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്യൂലാന്ന്, എൻ്റെ കഴിഞ്ഞിട്ടാകുമ്പോൾ മണിക്ക് ചാൻസ് ഉണ്ട്. ഓളെ അങ്ങനെ എടുക്കലടാ, എന്തെന്നാണടാ അവളെ എങ്ങനെ എടുത്തോണ്ട്. ഓള് കുളിച്ച് സുന്ദരിയായിട്ട് വന്നു. തലയിൽ പേനെല്ലാം ഉണ്ടാവേ, നോക്കണം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മള് പേജ് കണ്ടത്. ഇതിന്റെ ഓയിൽ ഏതാന്ന്? നീലയമ്പരി അല്ലേ? നീലയമ്പരി ഹെയർ ഓയിൽ ആട്ടാ കേട്ടാ. നീലയമ്പരി ഹെയർ ഓയിലാ കേട്ടാ. കേട്ടാ നമ്മള് കണ്ണൂര് അപ്പ, ഞാൻ കണ്ണൂരാപ്പ, നമ്മള് കണ്ണൂരാപ്പ, ഞങ്ങൾ എറണാകുളമാണ്. ഇവരുടെ ഇവര് തിരുവനന്തപുരമാണ്. ഇവർക്കൊന്നും തിരിയുന്നില്ല നമ്മൾ പറയുന്നത്. കുറേ ലാങ്യം കഴിച്ചിട്ടല്ല ഒപ്പിക്കുന്നത്. ആപ്പ ഈപ്പ കെട്ടാതെല്ലാം പറയുമ്പോൾ ഇവരുണ്ട് വന്ന പാടിന് നിങ്ങൾ കഴിച്ചോ, ചോറ് തിന്നോന്നുള്ളത് ചോദിച്ചു തന്നു. നിങ്ങൾ കഴിച്ചോ, അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇപ്പം തലയിലുള്ള പരിപാടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടാ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റയിൽ നിന്നാണ് ഞാൻ എനിക്ക് കിട്ടിയത് കേട്ടാ. പാലാഴി ആയുർവേദിക്, അവരുടെ പേജും അങ്ങനെ തന്നെയാണ് പേര്. അപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലുണ്ടോ നമുക്കറിയില്ല കേട്ടോ. ഇൻസ്റ്റയിലുണ്ട്. ഇൻസ്റ്റയിൽ വിളിച്ച് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തിട്ടാണ് അവർ വന്നത്. ഇവർ തിരുവനന്തപുരമാണ്. ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ വന്നിട്ടും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് മെയിൻ സംഭവം. അതായത് 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ എടുത്തത്. ഇത് 7 ദിവസം, പിന്നെ എത്ര ദിവസമാണ് ഉള്ളത്? 14, 21, 28 ഈ ഒരു കാലയളവിലാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. നമ്മളെടുത്തത് 7 ദിവസമാണ്. 7 ദിവസം കൊണ്ട് മാറുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് 21 അല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ചെയ്തില്ല, ഇപ്രാവശ്യം നമുക്ക് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. എന്തായാലും ഇവരെ വീഡിയോസ് മുന്നിലത്തെ ഇവരെ പേജിൽ കുറേ വീഡിയോസ് ഉണ്ട്. അതെല്ലാം കണ്ടു വെച്ചിട്ട് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയോണ്ട് തന്നെയാണ് ഞാൻ ഇവരെ വിളിച്ചതും വന്നതും ഇപ്പം ചെയ്യുന്നത് എല്ലാം. തലയിൽ ഈ തേച്ച സംഭവം എന്നാ? അപ്പോൾ ഇത് ഹെഡ് പാക്കാണ്. നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചി പൊടിയാണ് ഇതിനകത്തുള്ളത്. ഇത് തേച്ച് കഴിഞ്ഞാൽ എന്താണ് കാര്യം? എന്നാണ് എൻ്റെ മുടി തലയിൽ നല്ല തണുപ്പ് വരും. അതാണ് പണ്ട് കാലത്ത് താളിയെല്ലാം തലയിൽ തേച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ താളിയെല്ലാം പ്രസവിച്ചവർക്ക് താളിയെല്ലാം തേച്ച് കൊടുക്കും. അങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ടാവും. ഓരോ തണുപ്പ് ഇതിപ്പോൾ തേച്ച് കഴിഞ്ഞാൽ എന്നാ കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നമ്മൾ തണുപ്പുണ്ടാവും. അതാണ് മെയിനായിട്ടുള്ളത്. തലക്ക് നല്ല തണുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാനും കുറച്ച് അതിൻ്റെ അടുത്ത് തേക്കും, എനിക്കും വേണം. നടക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ സൂപ്പറാട്ടോ. ഇപ്പം ആക്കി വെച്ചത് ബേക്കിൽ ഇങ്ങനെ ചുരുട്ടിക്കെട്ടിയത് നല്ല രസമുണ്ട് കേട്ടോ. സ്ഥിരം അങ്ങനെ ആക്കാൻ തോന്നുന്നു. ഇതെങ്ങനെ ആക്കണ? അമ്മ നിങ്ങളെല്ലാം പണ്ട് കാലത്ത് ഇങ്ങനെയല്ല ചെയ്തിരാമേ. നിങ്ങളെ തലയിൽ അന്ന് തേച്ച പെയിൻ്റാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആ വെള്ള കളറിൽ നിങ്ങളെന്തല്ല ചെയ്യല ആ സമയത്ത്? അല്ല അല്ല എന്നാലും താളി കഞ്ഞീൻ്റെ വെള്ളം ഉപ്പ് കൂട്ടിട്ട് തലയിൽ വയ്ക്കുമ്പോൾ താളി ഓലയാ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ആദ്യ കാലങ്ങളിൽ, അതായത് എങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ട് താളി ഇടിച്ചിട്ട് വെള്ളം എടുക്കും.
തലയിൽ പറഞ്ഞ് കുളിക്കും. തലയിൽ പറഞ്ഞ് കുളിക്കും. പിന്നെ പ്രസവം എന്തായാലും ഇങ്ങനെയുള്ള ചുട്ടിയൊന്നുമല്ല, ഭയങ്കര ചുട്ടിയാണ്. ചിട്ടിയാ ഭക്ഷണം എല്ലാം പിന്നെ ഇതൊന്നും ഇറച്ചിയാകുമ്പോൾ തിന്നില്ല. ഇറച്ചിയും തിന്നറ്. ഇപ്പം 3 നേരം കിട്ടുമ്പോൾ 3 നേരം തിന്നുന്ന സാധനം ഇപ്പം ആടെ ഇരുന്നിട്ട് തലയിലും തേച്ചിട്ട് ഇതാ പോകുന്നു. എവിടെയാണോ പോകുന്നു? അന്നേരം അങ്ങനെയല്ല പോയി. ഏഹ് അന്നേരം അങ്ങനെയൊന്നും കിട്ടാം. അന്നേരം ഭയങ്കര കൃത്യ വെള്ളമൊന്നും അധികം കൊടുക്കില്ല. വെള്ളം അങ്ങനെയൊന്നും കുടിക്കാൻ പറ്റില്ല. പ്രസവം നിർത്തിയതല്ലേ ഇപ്പോൾ. ഇറച്ചി മീനും ഒന്നും ഇല്ലാണ്ടില്ലല്ലോ. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിലൊക്കെ പ്രസവിച്ചാൽ പോരെ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാ? എന്തൊരു ഈ കാലഘട്ടത്തിൽ നിങ്ങളിപ്പോൾ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ആരാ എടുക്കുക? എടാ ഇങ്ങനെയുണ്ട് കോമഡിക്കില്ലേ? വെള്ള ഭയങ്കര കോമഡി തന്നെ. എന്താ പിന്നെ അല്ല സാഹചര്യം വേറെ. അപ്പം അങ്ങനെയാണ് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് പണ്ട് അങ്ങനെയല്ലാതെ നമ്മളെ പ്രസവിച്ചിട്ട് വന്നിന്. താളിയോലകളിൽ നിന്നും അല്ല എന്നൊരു സാധനം താളീൻ്റെ വെള്ളം തിളപ്പിച്ച് ഇടക്കിയിട്ട് അതിലാറ്റി കുറിച്ച് കുളിച്ച് വന്ന് പാവം ചിക്കനും മീനും. പക്ഷെ അതിൽ നിന്നും അമ്മയെ കാലം മാറി, കാലഘട്ടം മാറി. ഇന്ന് ഇപ്പം ഇതാ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരാൻ ആളായി, പുതിയ രീതികളായി. പിന്നെ വീട്ടിൽ നിന്നിട്ടുള്ള പരിപാടിയെല്ലാം ഉണ്ടല്ലേ? വീട്ടിൽ നിന്നിട്ട് അവര് സ്റ്റേ ചെയ്തിട്ട് ഇതിന്റെ അതായത് തെറാപ്പിസ്റ്റ് നമ്മളൊപ്പം എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് അതിന് കണക്കായിട്ട് ഈ തെറാപ്പിസ്റ്റ് ഒരാൾ നമ്മളെ വീട്ടിൽ സ്റ്റേ ചെയ്യും. അക്കോമഡേഷൻ അത് നമ്മൾ കൊടുക്കണം. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. അതിന് എന്തായാലും വേണമല്ലോ. പിന്നെ പറയട്ടെ, സ്ട്രെച്ച് മാർക്കിൻ്റെ ഒരു പാക്കാണ് കേട്ടോ ഇത് മുട്ടേൻ്റെ വെള്ളയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വയറിന് പുരട്ടുന്നത് കേട്ടോ. വയറിന് പുരട്ടുന്നത് കാണിക്കുന്നില്ല, അല്ല കാണിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വെക്കും. ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മളെ വയറിന് ഡെലിവറി കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഒരു സ്ട്രെച്ച് മാർക്ക് കല തന്നെ ഫുള്ളായിട്ടുണ്ട്. കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെ തന്നെ ഒരു കല ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ വയറെല്ലാം ചുരുങ്ങുമ്പോൾ ആ ഒരു മാറ്റം തന്നെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഉണ്ടാകുന്നില്ലേ. അപ്പോൾ അത് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കുറച്ച് ഒരാഴ്ച ഒക്കെ തേച്ചാൽ കുറച്ച് മാറ്റം വരും അല്ലേ? അപ്പോൾ വരും എന്നാണ് പറയുന്നത്. അപ്പം ഞാനൊന്ന് ഒരാഴ്ച 2 ആഴ്ച ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്നാ സംഭവം? ബോഡി പാക്ക്. അതിലൊന്ന് അന്ന് തൈരില്ലേ? ആ പൗഡറിന് ഇത് ബോഡി പാക്ക് അല്ല, ഇതിനകത്ത് തൈര മിക്സ് ചെയ്ത് ഇതിനകത്ത് എന്താ ഉണ്ടാവും? ഇതിനകത്ത് തന്നെ ചെറുപയർ പൊടിയാണ്. അടുത്ത സ്റ്റെപ്പ് ഫേസ് മസാജാണ്. ഫേസ് മസാജിനായി ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ പ്രിപ്പറേഷൻ ചെയ്ത ഓയിലാണ്. ഇതിൽ സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റുള്ള കുറച്ച് ഇൻഗ്രീഡിയൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ വൈപ്പ് ചെയ്യാം. വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മഞ്ഞളും ചന്ദനവും ഇതെല്ലാം മുഖത്ത് തേക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞളാട്ടോ ഇത് ഫേസ് പാക്ക്. വേറെ എന്തെങ്കിലും മിക്സ് ആക്കുന്നുണ്ട് അതിൽ? മഞ്ഞൾ, തൈര് മിക്സ് അതിൻ്റെ കേട്ടോ. ഈ ഫേസ് പാക്കിൻ്റെയും ബോഡി പാക്കിൻ്റെയും എല്ലാം പൗഡർ ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ് അതിൻ്റെ വേറെ തന്നെ ഒരുപാട് ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫേസ് പാക്കിൻ്റെ പൗഡർ ആയത് ഇതിൽ തൈര് മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോർ മമ്മി ആവുമോ ലാസ്റ്റ് പ്രസവം എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്? ഞാനാണെങ്കിൽ തൊണ്ടനച്ഛന് പോകും. ഇവിടെ എൻ്റെ മറ്റേ മൈക്കിൻ്റെ അകത്ത് ആശം പാട്ട് പാടില്ല ഇവിടെ. ഇത് എനിക്കിപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ, ഇതൊന്നും നമുക്കിപ്പോൾ ഇതുപോലെ ഇവരെ ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് മനസ്സിലായതാണ് പറഞ്ഞത്. എല്ലാവർക്കും ചിലപ്പോൾ അത് സൗകര്യപ്പെട്ട് തരില്ല. പക്ഷേ ഇവർ ഈ ഐറ്റംസ് തേച്ചുമില്ലേ, ഈ പാലാഴി ആയുർവേദം എന്ന് പറഞ്ഞാൽ ഇവരെ ഇൻസ്റ്റാ പേജിൽ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളും ഉണ്ട്. ഞാൻ എവിടെയും കൊടുക്കാം.
അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ വീട്ടിലേക്ക് സാധനം പാഴ്സലായിട്ട് അയച്ചു തരും. ഇതിൻ്റെ അകത്ത് നമ്മളിതിൽ മുന്നേ ഇത് പാഴ്സലായിട്ട് കുറച്ച് കാലം നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ, അതായത് നമ്മളത് പാഴ്സൽ വന്ന സമയത്തുള്ള അതിൽ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും എല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ പൗഡർ ഇതിപ്പോൾ ഒന്നുമില്ല, ഫേസ് പാക്ക് എന്ന് പറയുന്ന സാധനമാണ്. ഇതിൽ കുറച്ച് തൈര് മിക്സ് ആക്കണം. ഇതേപോലെ നമുക്ക് തന്നെ ചെയ്യാം, വീട്ടിൽ നിന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതേപോലെ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, നമുക്ക് ഇതേപോലെ എല്ലാവർക്കും സൗകര്യപ്പെട്ടെന്ന് വരില്ല. ചിലപ്പോൾ ഇതേപോലെ വരാനും ഉള്ള ബുദ്ധിമുട്ട്, ഇതേപോലെ വീട്ടിലുള്ള ആളെ വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയെങ്കിൽ ഇവരെ ഈ പ്രൊഡക്റ്റ് മൊത്തം നമുക്ക് വീട്ടിൽ പാഴ്സലായിട്ട് വാങ്ങാൻ പറ്റുന്ന ഞാൻ പറഞ്ഞത്. അവരുടെ പേജ്, അവരുടെ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം. അങ്ങനെ ആയിരിക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. നമ്മുടെ പാലാടിയിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രസവരക്ഷ ഓയിലാണ്. മഞ്ഞൾ അതിൻ്റെ കണ്ടന്റ് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ തന്നെ ഓയിലാണ്. ഈ പ്രൊഡക്റ്റ് മൊത്തം നിങ്ങളിത് ഹോസ്പിറ്റലിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇതെല്ലാം. ഇത് ബോഡി ഓയിലാണ്. പ്രസവരക്ഷ ബോഡി ഓയിലാണ്. ഇതിന് എന്താ പറയുക, ഇതിന് പ്രസവരക്ഷ ഓയിൽ തന്നെ ഇതിന് പറയാം. പ്രസവരക്ഷ ബോഡി ഓയിൽ എന്ന് തന്നെയാണ് പറയുന്നത് ഇതിന്. നമ്മുടെ പ്രസവരക്ഷ ഓയിൽ തേച്ച് അഭ്യംഗം ചെയ്തതിന് ശേഷമാണ് ബോഡി പാക്ക് തേക്കുന്നത്. അത് നമ്മുടെ തന്നെയാണ്. അതിനകത്ത് മെയിൻ കണ്ടന്റ് വരുന്നത് മഞ്ഞളും ചെറുപയർ പൊടിയാണ്. എല്ലാം കഴിഞ്ഞ് തേച്ചതും ഞാൻ ഇത്രയും കാണിച്ച സംഭവം എല്ലാം കഴുകി വൃത്തിയാക്കി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണ് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. തലയെല്ലാം തോർത്തിട്ട് നമ്മളോട് പുറത്തിരിക്കാന്ന് പറഞ്ഞിട്ട് പുറത്തിരുന്നിട്ടാണ് കേട്ടാ. ഇപ്പം എന്നാ ചെയ്യുന്നത്? ഇനി അടുത്ത തല പോയിക്കാൻ വേണ്ടി പോവാണേ. തല പോകല, തല പോയിച്ചിട്ട് എന്നെ കൊണ്ടേ കഴിയുന്നില്ല. ഇനിയിപ്പോൾ ഇവരും കൂടി എൻ്റെ തല പുകച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോക്കലാന്ന് എടുത്ത പരിപാടി എന്നാ പറഞ്ഞത്. എന്തിനാണ് ഇത് പോക്കുന്നതെന്നാ നീനെ കൊണ്ടെന്നാണ് സുഖം? ഇത് എൻ്റെ ഡൗട്ടല്ല, ഇത് കാണുന്നവരുടെ ഡൗട്ടാണ്. നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ, ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ഓ ഇതിപ്പോ എൻ്റെ ഭാഗത്തായി എല്ലാ കുറ്റവും. ഞാൻ ഒന്നും എടാ ഞാൻ ഈ ഫുൾ ടൈം ഇവിടെ ഒപ്പം തന്നെ നിൽക്കുന്ന കണ്ടിട്ട് അല്ലേ, ഞാൻ ഇവിടെ തന്നെ അല്ല. ഇതിപ്പോ നിങ്ങൾ പക്ഷെ ഇത് കണ്ട കമന്റിൽ നിങ്ങൾ പറയണം കേട്ടാ. ഞാനിത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കിത് ഈ വീഡിയോ കണ്ടാൽ ഈ സാധനം മാത്രം വാങ്ങിയാൽ മതിയാവും. നിങ്ങൾക്ക് ഇവരെ ഈ ഒരു സ്റ്റാഫ് വരെ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് ഓരോ സംഭവം. അപ്പം എന്താവും, നിങ്ങൾ എന്നോട് താങ്ക്സ് പറയണം. അല്ലാണ്ട് ഇവളെ പോലെ ഞാൻ പിന്നെ കിറ്റ് വാങ്ങിയ സംഗീതം ചെയ്തതെന്ന് പറയാം. അവിടെ ഞാൻ പറഞ്ഞ് ഒരാളെ വേണം ഇതാ വന്നിട്ടാ മോനെ പോകാ. ഇനി അങ്ങോട്ടേക്ക് പുകയും കിട്ടി, ഇത്രക്കരി പുകയും അങ്ങോട്ട് പോകക്ക. ഇങ്ങനെ പുക വരില്ല. നമ്മളൊന്ന് ഒരു വീഡിയോ ഫോട്ടോക്ക് വേണ്ടിട്ട് പോകക്കാൻ നോക്കിട്ട് ആ പുക ഇതെല്ലാം ഒരേ പുകയല്ല. ഈ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇതിലെന്തെല്ലാം ഇട്ടിട്ടില്ല ആ പുക? ആ സാധനത്തിന് കുന്തിരിക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുന്തിരിക്ക ആ പോക്കുന്ന എല്ലാ ദിവസവും ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ. ഇനി ആ പോക്കുന്ന സാധനം ഇല്ലെങ്കിൽ ചിരട്ടയിലിട്ടാലും മതി. സംഭവം നമുക്ക് കാര്യം നടന്നാൽ പോരെ, കയ്യിലിടാനാവില്ലല്ലോ. അപ്പം പോക്കൽ നല്ല തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലൊരു കിഴി ഞാൻ ഇപ്പം അവിടെ തപ്പിയരം കിട്ടിയേട്ടാ. അപ്പോൾ ഇത് ഈ വെക്കണ്ട എന്നെ ഇപ്പം വെക്കുന്ന ഇത് 5ാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ കിഴി ഉപയോഗിക്കുന്നത്. 5ാമത്തെ ദിവസം തൊട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 28 ദിവസത്തെ ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തെ ചെയ്ത് കഴിഞ്ഞാലും 5ാമത്തെ ദിവസം തൊട്ട് ചെയ്യും. അല്ലെങ്കിൽ ഓരോ പാക്കേജിനും ഓരോ ഡേയ്സ് ആയിരിക്കും. ഈ 7 ദിവസത്തിന് എത്ര ദിവസം കൂടുമ്പോൾ ഇത് വെക്കേണ്ടത് എങ്ങനെയാണ്? 5ാമത്തെ ദിവസമായിരിക്കും. 5 ദിവസം അഭ്യംഗമായിരിക്കും, 4 ദിവസം അഭ്യംഗമായിരിക്കും, 5ാമത്തെ ദിവസം കിഴിയായിരിക്കും. 5, 6, 7 ഞവരക്കിഴി. അഭ്യംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഉഴിച്ചില്ല കേട്ടോ, സത്യം എനിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ചോദിച്ചത്. അന്നേരം ഓർ അഭ്യംഗം എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാം അറിയുന്ന പോലെ ഞാനാദ്യമായിട്ട് തീർക്കുന്ന അഭ്യംഗം. അപ്പോൾ ഉഴിച്ചിലാണ് കേട്ടോ പറഞ്ഞത്. 7 ദിവസത്തെ പാക്കേജിൽ 5 ദിവസം കഴിഞ്ഞിട്ട് എന്നാ പറഞ്ഞത്. 5 ദിവസം കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞത്? 4 ദിവസം ഒഴിച്ചില്ല അഭ്യംഗമായിരിക്കും, 5, 6 ഇലക്കിഴി ആയിരിക്കും, 7 ഞവരക്കിഴി ആയിരിക്കും. ഓക്കെ. ഇത് എന്നാ വേദന എന്നാണ് ഇതിനെ? വേദന, നീർക്കെട്ടൊക്കെ. നീർക്കെട്ട്, വേദന എല്ലേനും ഇത് എനിക്ക് എല്ലാം ഉള്ളതല്ലേ. കഴിഞ്ഞതിനുണ്ടായിരുന്നു എനിക്ക് നടുവേദന എന്ന് പറഞ്ഞത്. ഇനി ഇപ്രാവശ്യം നീ പറയാൻ പാടില്ല. നടുവേദന മാറാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ? നമ്മൾ നല്ല ഒഴിഞ്ഞ് വിടുക, അഭ്യംഗം ചെയ്യുക. അതിനുശേഷം നമ്മൾ ലേബം ഇടുന്നതായിരിക്കും. ലേബം നാഗരാതിയുടെ ലേബമാണ് നമ്മൾ ഇടുന്നത്. അത് കഞ്ഞി വെള്ളത്തിൽ
മിക്സ് ചെയ്ത് കുറുക്കി എടുത്തിട്ടാണ് തേക്കുന്നത്. അത് പുരട്ടുന്നതാ, ഓയിലല്ല? ആ ലേബർ പുരട്ടുന്നത്. അന്നേരം ഈ കിറ്റിലില്ലല്ലോ? ഇല്ലില്ല, കിറ്റില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ 7 ദിവസത്തെ പാക്കേജിൽ അത് ഉണ്ട്, ഉണ്ടാവും. കിറ്റിന്ന് പറഞ്ഞിട്ട് കിട്ടുമ്പോൾ ഇല്ല ഇല്ല, ആ പാക്കേജിലുണ്ടാവും അല്ലേ? അപ്പോൾ ചെയ്ത് തരുമായിരിക്കും അല്ലേ? അപ്പം നമ്മളെ വീഡിയോ ഏകദേശം കഴിഞ്ഞു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണാടിയാ സംഭവം പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ചെയ്യാൻ മെയിനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുമെങ്കിൽ ചെയ്തോട്ടെ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതായത് പാലാഴി ആയുർവേദിക്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നമ്പർ, കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ തന്നെ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ നിങ്ങൾ നോക്കിയിട്ട്. നമ്മളിപ്പം ഏതായാലും ചെയ്യുന്നുണ്ട്. അതിന് പുറമെ പിന്നെ അഥവാ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജ് തന്നെയുണ്ട്. പാലാഴി ആയുർവേദിക് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേജ് തന്നെയുണ്ട്. അത് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്കും ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവരോട് ചോദിച്ചാൽ മതി. അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ചെയ്യുന്ന സമയത്ത് ഏതായാലും ഒന്ന് എടുത്തിട്ട് വ്ളോഗ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ വ്ളോഗ് നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഏതായാലും കുറച്ച് ബൈ ബൈ പറഞ്ഞാൽ എല്ലാവരോടും